ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇവനെ പറ്റി. സി ഗൈസ്, ദിസ് ഈസ് ദി OnePlus 15R. സാധനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ് ഈ ഫോൺ. ഇതൊരു ഇൻഡെപ്ത് കോംപ്രിഹെൻസീവ് റിവ്യൂ ആണെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് കേട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യമേ പറയാനുള്ള OnePlus 15 എല്ലാവരും പക്ക ഒരു ഗെയിമിംഗ് സെൻട്രിക് ഗെയിമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഫോൺ എന്ന് പോലെ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ റിവ്യൂവിൽ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു, അത് ഓൾമോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് അത്യാവശ്യം നല്ല ക്യാമറ സിസ്റ്റം എല്ലാം ഉള്ള ഒരു നല്ലൊരു ഓൾറൗണ്ടർ. പക്ഷേ ഇത് അങ്ങനെയല്ല. ദിസ് ഈസ് പക്ക ഗെയിമേഴ്സിന് ഓറിയൻറ്റ് ചെയ്ത് ഗെയിമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു സാധനമാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഈ 44,000-45,000 രൂപ അതിനുപരി കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ദിസ് ഇസ് എ റിയൽ ഗുഡ് ഡീൽ ഫോർ ഗെയിമേഴ്സിൻ്റെ ഒരു ഹെവൻ തന്നെ. പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസൈനെ വെച്ച് നോക്കുവാണെങ്കിൽ 215, 216, 217 ഗ്രാംസ് ഡിപ്പെൻഡിങ് ഓൺ ദ ബാക്കും കളർ ഓപ്ഷൻസും ഒക്കെ വെച്ച്. പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, വെയിറ്റ് ബാലൻസ്ഡ് ആണ്. ഈ ഹെവി വെയിറ്റിൻ്റെ കാര്യം ബാറ്ററി നമുക്ക് അങ്ങോട്ട് വരാം. ഗോറില്ല ഗ്ലാസ് 7i ഫ്രണ്ടിൽ നല്ല അലൂമിനിയം റെയിൽസ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. IP69K എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചൂട്, ഭയങ്കര ചൂടല്ല, ചെറിയ വോം വാട്ടേഴ്സ് അങ്ങനത്തെ എന്താ പറയുക തെർമൽ സാധനങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ബേസിക്കലി ചുമ്മാ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ. അത് കണ്ട് നിങ്ങൾ ഭയങ്കര സാധനം വന്ന് മാർക്കറ്റിങ്ങും സെയിൽസ്കാരന്മാരൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കൊന്നും വേണ്ട. അതും ചെറിയ തെർമൽ ഡിഫറൻസ് ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. സോ അത്ര എന്തായാലും എനിക്ക് പറയാനുള്ള ബിൽഡ് ക്വാളിറ്റി കയ്യിൽ നല്ല സോളിഡ് ഇൻഹാൻഡ് ഫീലാണ്. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ അത്യാവശ്യം നല്ല, പെട്ടെന്നൊന്നും തറ വീഴത്തില്ല, വീണ ചീത്തയായി പോകത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഗോർണിക്കുള്ള 7i ഭയങ്കര ടോപ്പ് ഒരു ഗ്ലാസ് അല്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ഗ്ലാസ് ആണെന്ന് എനിക്ക് പറയുള്ളൂ. സോ അത്ര ഞാൻ ബിൽഡ് ക്വാളിറ്റി ഡിസൈനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ പക്ഷേ എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ ഗൈസ് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഡിസ്പ്ലേ, അതിനുപരി ഡിസ്പ്ലേ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. 45,000 ഈ റേഞ്ചിന് ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ഫോണിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊണ്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടല്ലായിരിക്കാം, പക്ഷേ അത് ഇറ്റ്സ് എ ഗുഡ് അഡീഷൻ. ഭയങ്കര ഫോൺ ത്രൂ ഔട്ട് ഒരു സ്നാപ്പി ഫീലാണ്. അത് ഞാൻ പറയാതിരിക്കാൻ വരും. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ HDR10+ ഉണ്ട്, 1800 HBM ഉണ്ട്, 450 PPIക്ക് മേളിലുണ്ട്, PWM ഉണ്ട്, 165 Hz ആണ്. അതിൻ്റെ സ്പെക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് സാധനം. 90.1% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഭയങ്കര സ്ലിം ആയിട്ടുള്ള ബെസൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി സ്ലിം അല്ല, അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ബെസൽസ് ആണ് എന്ന് എനിക്കും പറയാൻ പറ്റും. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, കളർ ആക്യുറസിയും എല്ലാത്തിനും കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻസും എല്ലാ ചക്കയും കുറച്ചൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. LTPO ഇല്ല എന്ന് പറഞ്ഞൊരു ഒറ്റതേ ഉള്ളൂ. പക്ഷേ അത് ഇതിനെ ഈ ഫോണിനെ ഭയങ്കരമായിട്ട് അഫക്റ്റും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ബാറ്ററി ലൈഫും ചിപ്സെറ്റും അതുപോലെ കോപ്പപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. സോ ഡിസ്പ്ലേ സൂപ്പർ. ഡിസ്പ്ലേ നേടി ചെയ്യുന്ന സ്പീക്കേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല സ്പീക്കേഴ്സ്, നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞ് ഭയങ്കര ക്രിസ്റ്റൽ ക്ലാരിറ്റിയും ഭയങ്കര ബേസിന് തംനെസ്സും എന്താ പറയുക. നിങ്ങൾ സൗണ്ട് ചാർട്ടൊക്കെ വെച്ച് അനലൈസ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ചെറുതായിട്ട് വേണം, പക്ഷേ അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിന് 40,000, 50,000 രൂപയ്ക്കൊക്കെ ഉള്ളതിനകത്ത് നല്ല ലൗഡായിട്ട് പാട്ടൊക്കെ കേൾക്കാനും ഗെയിം കളിക്കാനും ഒക്കെ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റമാണ്, സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ്. ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഹാപ്റ്റിക്സ്. പക്ഷേ OnePlus 15 അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഹാപ്റ്റിക്സോ, ഞാനിപ്പോൾ ഒപ്പോയുടെ X9 Pro ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വന്നോണ്ടായിരിക്കാം എനിക്ക് ഹാപ്റ്റിക്സിൻ്റെ ആ ഒരു ഫീല് കിട്ടിയില്ല. പക്ഷേ എനിവേസ് ഹാപ്റ്റിക്സ് കുഴപ്പമില്ല. നിങ്ങൾ ഭയങ്കര അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് നോക്കാതിരിക്കാൻ എങ്കിൽ കുഴപ്പമില്ല, അതൊരു നല്ലൊരു ഹാപ്റ്റിക്സ്. ഈ പ്രൈസ് റേഞ്ചിന് ഓക്കെ ഹാപ്റ്റിക്സ് ആണ്, പക്ഷേ നോട്ട് ദ ബെസ്റ്റ് ഹാപ്റ്റിക്സ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. കാരണം മോട്ടോയുടെ ഈ പ്രൈസ് റേഞ്ചിനകത്തൊക്കെ എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ഹാപ്റ്റിക്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത ഹാപ്റ്റിക് സിസ്റ്റം ഒക്കെയാണ്. നൗ ഇതിനകത്ത് സ്പൈസി സ്റ്റഫിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സി ഗൈസ്, ഈ ഫോൺ ഡിസൈൻ ചെയ്തേക്കുന്ന ഉൾപ്പെടെ എല്ലാം ഗെയിമേഴ്സിനെ മൈൻഡിൽ വെച്ചാൽ. കാരണം ഇതിൻ്റെ ട്രൈ ചിപ്പ് സെറ്റോ അങ്ങനെ എന്തോ സംഭവമാണ് OnePlus മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 5, എനിക്ക് തോന്നുന്നു 8 Gen 5 സൂപ്പർ ചിപ്പ് സെറ്റാണ്. അതിൻ്റെ പെർഫോമൻസും തെർമൽസും എല്ലാം ഓഫ് ദ ചാർട്ട്സ് നൈസാണ്. പക്ഷേ എന്തായാലും 3 nanometer ഫാബ്രിക്കേഷനിൽ തന്നെ 2 nanometer ഫാബ്രിക്കേഷൻ അല്ല, അത് മൈൻഡിൽ വെക്കുക. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈഫൈ ചിപ്പ്. സി ഗൈസ്, റിയൽ ലൈഫിൽ നിങ്ങൾക്ക് വ്യത്യാസം നോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എല്ലാ ഫോൺ റിവ്യൂവിന് വേണ്ടി അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി എന്താ പറയുക റിയൽ റേസിംഗ് ഡൗൺലോഡ് ചെയ്തിട്ട് 1 GB അഡീഷണൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യും. ഞാൻ മിക്കപ്പോഴും താഴെ വീട്ടിൽ വൈഫൈ മേലിലായിട്ട് താഴെ ഇരുന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് iPhone 17 Pro Max ആണെങ്കിലും ഏതിനായാലും ഇച്ചിരി ദൂരം ഉണ്ടായിട്ട് അതിൽ പിടുത്തം വരും. പക്ഷേ ഇതിനകത്ത് കത്തിപ്പോകുന്ന ഞാൻ കണ്ടു. എനിക്ക് ആ ഒരു
ആ ഒരു എന്താ കിടിലം മോഡം അസിസ്റ്റൻസ് അതിനകത്ത് ഇരിക്കുന്ന, അല്ല വൈഫൈ ചിപ്പ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്നിട്ട് അതെനിക്ക് മനസ്സിലായി, നോട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ സ്പെക്കും കാര്യങ്ങളൊക്കെ വായിച്ചത്. ഓൾറെഡി എൻ്റെ ബുക്കിനകത്ത് എഴുതി വെച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് കിടിലം ഒരു വൈഫൈ മോഡം ചിപ്പ് അല്ല വൈഫൈ ചിപ്പ് സെറ്റ് ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റും സൂപ്പർ. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ചിപ്പ് OnePlus ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ ഇത് പറയുകയാണെങ്കിൽ ഗെയിമേഴ്സിന് ഒരു പ്രശ്നമില്ലാത്തൊരു ഫോണാണ്. പിന്നെ ക്രയോ വെലോസിറ്റി എന്ന് അങ്ങോട്ടൊക്കെ പറയുന്ന ഒരു തെർമൽ സിസ്റ്റമാണ്. പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ തെർമൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നോക്കിയപ്പം സൂപ്പർബായിട്ട് അവർ ഡിസൈൻ ചെയ്തൊരു തെർമൽ സിസ്റ്റമാണ്. ഭയങ്കര അടിപൊളി എന്താ കൂളിംഗ് സിസ്റ്റമാണ്. മെക്കാനിക്സ് ഇൻക്ലൂഡിങ് ബാക്കിലെ പാനലില്ലേ, അതിനകത്ത് അവന്മാരെന്തോ സെറാമിക് ലൈക്ക് കോട്ടിംഗ് ഫോർ ബെറ്റർ തെർമൽസ് എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും എന്തോ തെർമലി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഫോർ ബെറ്റർ ഹീറ്റ് ഡിസിപ്പിയേഷൻ. തെർമൽസ് ഈ ഫോണിനകത്ത് സൂപ്പർ അൺവാരലൽ ആയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും ഭയങ്കര കുഴപ്പമൊന്നുമില്ലാത്ത സൂപ്പർ തെർമൽസ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി ഞാൻ OnePlusന്റെ ആ ഒരു ബോക്സിൽ വരുന്ന കേസ് ഇട്ടാൽ ഗെയിമും കളിച്ച് നോക്കി. അതുകൊണ്ട് എനിക്ക് ചൂടൊരു പ്രശ്നമായില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഈ പെർഫോമൻസിനെ കുറിച്ച് വേറെ 2-3 കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, 8 Gen 5 കുറിച്ച് ഞാൻ വലിച്ചു നീട്ടാൻ നിൽക്കുന്നില്ല. അതിൻ്റെ GPU Adreno 840 GPU, അതേപോലെ തന്നെ സിംഗിൾ സ്കോർ ആയിക്കോട്ടെ മൾട്ടി സ്കോർ ആയുള്ള എല്ലാത്തിനകത്തും ഭയങ്കര വെൽ ബാലൻസ്ഡ്, വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടൊരു പെർഫോമൻസ് ഔട്ട്പുട്ട്. അതേപോലെ ഇതിനകത്ത് ഓക്സിജൻ വോയിസ് എല്ലാം നല്ലോണം ഈ ചിപ്സെറ്റിന് വേണ്ടി അവന്മാർ അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഗീക്ക് ബെഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഒരുപാട് എന്താ പറയുക പൊട്ടാത്ത റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. തെർമൽസ് പെർഫോമൻസ് എല്ലാം ചുമ്മാ കത്തിക്കുന്ന ഫോണായത്. ഇനി വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട് ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട്, ഇതിനകത്ത് സ്പെസിഫിക്കലി ബെറ്റർ ഗൈറോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഞാൻ കോമ്പറ്റീറ്റീവ് ഗെയിമിംഗ് ഒന്നുമല്ല കളിക്കുന്നത്, അത് അവരുടെ വെബ്സൈറ്റിനകത്തും കാര്യങ്ങളിലും റെഡിറ്റിലും ഒക്കെ പറഞ്ഞേക്കുന്നത് ഇച്ചിരി കൂടെ എൻഹാൻസ്ഡ് അല്ലേ, ബെറ്റർ ഗൈറോസ്കോപ്പ് ഫോർ ഗെയിമേഴ്സ് അല്ലേ, PUBG ഒക്കെ കളിക്കുന്നവർക്ക് അത് പറയുന്നുണ്ട്. പിന്നെ PUBG ഒക്കെ കളിക്കുന്നവർക്ക് എന്തൊക്കെയൊക്കെയോ സ്പെസിഫിക് ആയിട്ട് ഇവന്മാർ ഹാർഡ്വെയറിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കോമ്പറ്റീറ്റീവ് ഗെയിമിങ്ങിനകത്ത് എല്ലാവരും സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇറ്റ്സ് ടൈം ടു ലുക്ക് അറ്റ് ദിസ്. കാരണം എനിക്ക് തോന്നുന്നു ഫ്രം ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, പെർഫോമൻസ്, തെർമൽസ്, ഒപ്റ്റിമൈസേഷൻ എല്ലാം ടോപ്പ് നോച്ച് ആയിട്ട് വരുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് റിയലി റിയലി നൈസ് ഫോർ ഗെയിമേഴ്സ്, ഒന്നും പറയാനില്ല. അതിൻ്റെ ഉപരി 7400 mAh ബാറ്ററി ലൈഫ്, സൂപ്പർ. എന്നെ സംബന്ധിച്ചൊരാൾ, ഞാൻ ഭയങ്കരമായിട്ട് കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങോ കാര്യങ്ങളൊന്നും കളിക്കുന്നില്ല. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, കാഷ്വൽ, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ യൂസേജ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ട്വിറ്ററും എക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു എന്നെ സംബന്ധിച്ച് എനിക്കൊരു 2 day ഫോൺ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇച്ചിരി കൂടെ ഫോൺ പുഷ് ചെയ്യുന്ന അല്ലെ പവർ യൂസറിലെ ഹെവി യൂസറിന് ഇതെന്താ പറയുക ഒരു 2 day ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറപ്പില്ല. എങ്ങനെയായാലും 1 day അല്ല 1.5 day ഗ്യാരൻറ്റീഡ് ആയിട്ട് എനിക്ക് പറയാം. ഈവൻ ഫോർ എ ഹെവി യൂസർ അതിന് ഗ്യാരൻറ്റി ചെയ്ത് പറയാൻ പറ്റും. പിന്നെ 80 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതിന് കുത്തിയിട്ട പെട്ടെന്ന് ഷഡ്ബട്ടേന്ന് അടിച്ച് കയറുകയും ചെയ്യും. പിന്നെ ഗൈസ് ചാനൽ ചെറുതായിട്ടൊന്ന് ഡൗൺ ആണ്, അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഭയങ്കര ഉപയോഗമായിരിക്കും. സോ ഹൗ ഇസ് ദ ലെറ്റ് ഡൗൺ ഇൻ ദ ക്യാമറ സിസ്റ്റം? എനിക്ക് തോന്നുന്നത് ക്യാമറ സിസ്റ്റത്തിനകത്ത് ഭയങ്കര വലിയ ലെറ്റ് ഡൗൺ ഇല്ല. പക്ഷേ ഇതിനകത്ത് മെയിൻ ഷൂട്ടർ മാത്രമേ കൊള്ളത്തുള്ളൂ. ഇതിനകത്ത് 50 MP മെയിൻ ഷൂട്ടറും 8 MB അൾട്രാ വൈഡും. ആ സിസ്റ്റം നമ്മൾ 30,000 രൂപയുടെ ഫോണിനകത്ത് കാണുന്ന സിസ്റ്റമാണ്. ശരിക്കും പറയാമല്ലോ 30,000 രൂപയ്ക്കുള്ള മോട്ടോ ഐക്യൂനകത്തൊക്കെ കാണുന്ന ഒരു സിസ്റ്റം 50+8. അവന്മാർ വേറെ കളിപ്പാട്ടം പോലത്തെ ക്യാമറ സിസ്റ്റം കാണിച്ച് ഗിമിക്ക് പോലും കാണിക്കാൻ ശ്രമിച്ചില്ല. അവന്മാർ അത്രയും കോസ്റ്റ് കട്ടിങ്, കോസ്റ്റ് സേവിങ്, റിഡക്ഷൻ എന്നൊരു ടെലിസ്കോപ്സ് ഇതില്ല, പെരിസ്കോപ്പ് ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഐ റെസ്പെക്ട് ദാറ്റ്. കാരണം പക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് 50 MP പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ലതാണ്. പോർട്രറ്റ്സ് എടുക്കാനായിക്കോട്ടെ, വൈഡ് ആംഗിൾ അല്ല സാധാരണ ഷോട്ട് എടുക്കാനായിക്കോട്ടെ, അത് നേച്ചർ, HDR കാര്യങ്ങളും ഫ്ലവേഴ്സും എല്ലാം ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് വലിച്ചു കുറ്റം പറയാനൊന്നുമില്ല. ഇതൊരു ഗെയിമേഴ്സ് ഫോണിന് വേണ്ടി ഒരു നല്ല ക്യാമറ സിസ്റ്റം ഉണ്ട്. നോട്ട് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണിന് അത്യാവശ്യം ഓക്കേഷ് ആയിട്ടുള്ളൊരു ക്യാമറ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല. വീഡിയോയ്ക്ക് ആയാലും 4K 120 FPS കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഓക്കേഷ് ക്യാമറ. നിങ്ങൾ വാങ്ങിക്കുന്ന എന്താണെന്ന് അറിഞ്ഞ് വാങ്ങിച്ചാൽ അത്യാവശ്യം നൈസ് ക്യാമറയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഒരു ഗെയിമിംഗ് ഫോണിന് വേണ്ട ക്യാമറ സിസ്റ്റം ഇതിനകത്തുണ്ട്. കാഷ്വലി നിങ്ങൾക്ക് 2 ഫോട്ടോ എടുക്കാനാണെങ്കിലും കാഷ്വലി പോർട്രറ്റ്സ് എടുക്കാനായിക്കോട്ടെ വേണ്ട, ഇച്ചിരി നൈസായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇതിനകത്ത് മെയിൻ ഷൂട്ടർ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നൈറ്റിലൊക്കെ ഇച്ചിരി പൊട്ടലും ചീലും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓക്കെ. ക്യാമറയെ കുറിച്ച് ഒരുപാട് വലിച്ച് നീട്ടി പറയുന്നൊന്നുമില്ല. പിന്നെ ഗൈസ് ഓക്സിജൻ വോയിസ് ആണ് ഇതിനകത്തുള്ളത്. സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസിക് OnePlus ഓക്സിജൻ വോയിസ്
വെരി സ്മൂത്ത്, വെരി ലവ്ലി, വെരി റിഫൈൻഡ്. അല്ലാതെ എനിക്കൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് ആൻഡ്രോയിഡ് സ്കിൻസിനകത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. നോട്ട് ക്വൈറ്റ് മൈ ഫേവറേറ്റ്, പക്ഷേ എനിക്ക് യൂസബിൾ ആണ്. ഐ ലൈക്ക് ഇറ്റ്. 4 വർഷത്തെ OS അപ്ഡേറ്റും സപ്പോർട്ട് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ 6 വർഷം 5 വർഷമൊക്കെ കാണുമായിരിക്കും. പക്ഷെ 4 വർഷത്തെ OS അപ്ഡേറ്റ് ഇവന്മാർ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. OnePlus ആണ്. പിന്നെ OnePlus ആയതുകൊണ്ട് മനസമാധാനമായിട്ട് എടുക്കാൻ വര വീണാലോ എന്തെങ്കിലുമൊക്കെയാണ് അവിടെ കൊണ്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് സർവീസ് സെൻറ്ററിൽ പെരുമാറുന്നത് നല്ലതാണ്. ആപ്പിളിൻ്റെയൊക്കെ ഇത്രയും വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവന്മാരെ ബാഡാക്കി വിടും. അതേപോലെ തന്നെ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള മിക്ക സർവീസ് സെൻറ്റേഴ്സ് ഫ്രം OnePlus അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഗൈസ് ഇത് റീറ്റെയിൽ സ്റ്റോഴ്സിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓൺലൈൻ മാത്രമല്ല. നിങ്ങൾക്ക് ABC മൊബൈൽസ് പട്ടത്ത് നേരെ വിട്ടോ, അവിടെ ഡെമോയ്ക്ക് 2-3 ഫോണുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ക്യാമറയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അവിടെ സാധനം ഉണ്ട്. നമ്മുടെ പേര് പറഞ്ഞാൽ അത്യാവശ്യം ഓഫറും കുറച്ച് തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ കാര്യത്തിൽ കേസും പൗച്ചും ടെമ്പേർഡും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ എൻ്റെ പേര് പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് എനിക്ക് വാക്കുന്നുണ്ട്. സോ ഹൗ ഈസ് OnePlus 15R? എൻ്റെ വേർഡിക്റ്റ് ഇത്രയേ ഉള്ളൂ. വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ 50K ഇതുവരെ ഇറങ്ങിയിട്ടകത്ത്. സൂപ്പർ ചിപ്സെറ്റ് ആണ്, അടിപൊളി തെർമൽസ് ആണ്, നൈസ് ടച്ച് റെസ്പോൺസ്, അഡ്വാൻസ്ഡ് ഗൈറോ, അതേപോലെ തന്നെ വൈഫൈ ചിപ്പ് ആണെങ്കിലും എല്ലാത്തിനകത്തും ലോ ലേറ്റൻസി മോഡ്, സൂപ്പർ ഡിസ്പ്ലേ, നല്ല സ്പീക്കേഴ്സ്, വെരി ഗുഡ് ബാറ്ററി ലൈഫ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സിസ്റ്റം. എനിക്കിതിനകത്ത് എവിടെ കുറ്റം പറയേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല. അറിഞ്ഞെടുക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ബൈ ആണെന്നേ ഉള്ളൂ. ഗെയിമേഴ്സിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ പവർ യൂസറിലെ ഹെവി യൂസേഴ്സിനും ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ്. നല്ല ബാറ്ററി ലൈഫും നല്ല പെർഫോമൻസും ഒക്കെ പിഴിഞ്ഞെടുക്കുന്നവന്മാർക്ക് പറ്റിയ സാധനമാണ്. അങ്ങനെ എനിക്ക് പറയുള്ളൂ. സോ ഗൈസ്, ഇറ്റ്സ് ഫ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. സി യു.